സെഖറിയാവ് 1. ദാറിയാവേശിന്റെ 2-ാം ആണ്ടു 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരെഖ്യാവിന്റെ മകനായ സെഖറിയാവിന്നു യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടതു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കലേക്ക് തിരിവിൻ എന്നു സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെപ്പോലെ ആയിത്തീരതു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവിൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്നു യഹോവയുടെ അരുളപ്പാടു. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്നു പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്നു അവർ മന്തിരിഞ്ഞു പറഞ്ഞില്ലയോ? ദാറിയാവേശിന്റെ 2-ാം ആണ്ടിൽ ശെബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരെഖ്യാവിന്റെ മകനായ സെഖറിയാ പ്രവാചകന്നു യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്തു കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിൻപിൽ ചുവപ്പും കുരാൽ നിറവും വെണ്മയും ഉള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്നു ഞാൻ ചോദിച്ചതെന്നു എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്നു ഞാൻ നിനക്ക് കാണിച്ചുതരാം എന്നു എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതെന്നു യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്നു ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോടു, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നതു കണ്ടു എന്നു ഉത്തരം പറഞ്ഞു. എന്നാറെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദാപട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്നു ചോദിച്ചു. അതിന്നു യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളിച്ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞതു, നീ പ്രസംഗിച്ചു പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരൂശലേമിന്നും സിയോനും വേണ്ടി മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈരമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടതു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധിഹേതുവായി വിശാലത പ്രാപിക്കും, യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പു കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോടു, ഇവ എന്താകുന്നു എന്നു ഞാൻ ചോദിച്ചതെന്നു അവൻ എന്നോടു, ഇവ യഹൂദയെയും യിസ്രായേലിനെയും യെരൂശലേമിനെയും ചിതർച്ചുകളഞ്ഞ കൊമ്പുകൾ എന്നു ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചുതന്നു. ഇവർ എന്തു ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതെന്നു അവൻ, ആരും തല ഉയർത്താതവണ്ണം യഹൂദയെ ചിതർച്ചുകളഞ്ഞ കൊമ്പുകളാകുന്നു അവ, ഇവരോ യഹൂദാദേശത്തെ ചിതർച്ചുകളയേണ്ടതെന്നു കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ടു അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു. സെഖറിയാവ് 2. ഞാൻ പിന്നെയും തല പൊക്കി നെയാക്കിയപ്പയാൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പെയാകുന്നു എന്നു ഞാൻ ചേദിച്ചതെന്നു അവൻ, ഞാൻ യെരൂശലേമിനെ അളന്നു അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നെയാക്കുവാൻ പെയാകുന്നു എന്നു എന്നെയാട് പറഞ്ഞു. എന്നാൽ എന്നെയാട് സംസാരിക്കുന്ന ദൂതൻ പുറത്തുവന്നു, അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തുവന്നു അവനെയാട് പറഞ്ഞത്, നീ വേഗം ചെന്നു ഈ ബാല്യക്കാരനെയാട് സംസാരിച്ചു, യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നുകിടക്കും എന്നു പറക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്നു യഹോവയുടെ അരുളപ്പാടു. ഹേ ഹേ, വടക്കേ ദേശം വിട്ടയാടുവിൻ എന്നു യഹോവയുടെ അരുളപ്പാടു, ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ 4 കാറ്റുപയാലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്നു യഹോവയുടെ അരുളപ്പാടു. ഹേ, ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയാനെ, ചാടിപ്പയാക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെ കവർ ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു.
ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്നു നിങ്ങൾ അറിയുകയും ചെയ്യും. സിയാൻ പുത്രിയെ, ഘോഷിച്ചുല്ലസിച്ചു സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്നു യഹോവയുടെ അരുളപ്പാടു. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്നു എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നു നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധദേശത്തു യഹൂദയെ തന്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജനവുമായുള്ളയാരെ, യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ, അവൻ തന്റെ വിശുദ്ധനിവാസത്തിൽ നിന്നു എഴുന്നരുളിയിരിക്കുന്നു. സെഖര്യാവ് 3. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യാശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്തു നിൽക്കുന്നതും കാണിച്ചുതന്നു. യഹോവ സാത്താനെയാട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു, ഇവൻ തീയിൽ നിന്നു വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയാ എന്നു കൽപ്പിച്ചു. എന്നാൽ യാശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ദൂതന്റെ മുമ്പിൽ നിൽക്കയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരെയാടു, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്നു നീക്കിക്കളവിൻ എന്നു കൽപ്പിച്ചു. പിന്നെ അവനെയാടു, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നു പേയാക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിക്കും എന്നു അരുളിച്ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ളയാരു മുടി വെക്കട്ടെ എന്നു അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ളയാരു മുടി വെച്ചു. അവനെ വസ്ത്രം ധരിപ്പിച്ചു യഹോവയുടെ ദൂതനെയാ അടുക്കെ നിൽക്കയായിരുന്നു. യഹോവയുടെ ദൂതൻ യാശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നിയാക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്കു ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യാശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുതലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യാശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണും ഉണ്ടു. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പേയാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. സെഖര്യാവ് 4. എന്നെയാട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്നു, ഉറക്കത്തിൽ നിന്നു ഉണർത്തുന്നതു പേയാലെ എന്നെ ഉണർത്തി. നീ എന്തു കാണുന്നു എന്നു എന്നെയാട് ചെയ്യാതിച്ചതെന്നു ഞാൻ, മുഴുവനും പൊന്നുകൊണ്ടുള്ളയാരു വിളക്കുതണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന്നു 7 കുഴലും. അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്തു ഒന്നും ഇടത്തുഭാഗത്തു ഒന്നും ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്നു പറഞ്ഞു. എന്നെയാട് സംസാരിക്കുന്ന ദൂതനെയാട് ഞാൻ, യജമാനനെ, ഇതു എന്താകുന്നു എന്നു ചോദിച്ചു. എന്നെയാട് സംസാരിക്കുന്ന ദൂതൻ എന്നെയാടു, ഇതു എന്താകുന്നു എന്നു നീ അറിയുന്നില്ലയാ എന്നു ചോദിച്ചതെന്നു. ഇല്ല, യജമാനനെ, എന്നു ഞാൻ പറഞ്ഞു. അവൻ എന്നെയാടു ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബ്ബാബേലിനെയാടുള്ള യഹോവയുടെ അരുളപ്പാടാവിതു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ. നീ സമഭൂമിയായിത്തീരും. അതിന്നു കൃപ എന്ന ആർപ്പയാടുകൂടെ അവൻ ആണിക്കല്ലു കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിനു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അതു തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നു നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണു സെരുബ്ബാബേലിന്റെ കൈയിലുള്ള തുക്കുകെട്ട കണ്ടു സന്തോഷിക്കുന്നു. അതിന്നു ഞാൻ അവനെയാട്, വിളക്കുതണ്ടിന്നു ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും ഉള്ള 2 ഒലിവുമരം എന്താകുന്നു എന്നു ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനെയാടു, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുക്കുന്ന 2 ഒലിവുകൊമ്പു എന്തു എന്നു ചോദിച്ചു. അവൻ എന്നെയാടു, ഇതു എന്താകുന്നു എന്നു നീ അറിയുന്നില്ലയാ എന്നു ചോദിച്ചതെന്നു. ഇല്ല, യജമാനനെ, എന്നു ഞാൻ പറഞ്ഞു. അതിന്നു അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്നു പറഞ്ഞു. സെഖര്യാവ് 5. ഞാൻ വീണ്ടും തല പൊക്കി നെയാക്കിയപ്പയാൾ പാറിപ്പയാകുന്ന ഒരു ചുരുൾ കണ്ടു. അവൻ എന്നെയാടു, നീ എന്തു കാണുന്നു എന്നു ചോദിച്ചതെന്നു. പാറിപ്പയാകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു, അതിന്നു 20 മുഴം നീളവും 10 മുഴം വീതിയും ഉണ്ടു എന്നു ഞാൻ ഉത്തരം പറഞ്ഞു.
അവൻ എന്നെയാട് പറഞ്ഞതു, ഇതു സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മേയാഷ്ടിക്കുന്നവൻ ഒക്കെയും അതുപയാലെ ഇവിടെ നിന്നു പാറിപ്പയാകും. സത്യം ചെയ്യുന്നവൻ ഒക്കെയും അതുപയാലെ ഇവിടെ നിന്നു പാറിപ്പയാകും. ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ടു അതു കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. അതു അവന്റെ വീട്ടിനകത്തു താമസിച്ചു അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചുകളയും എന്നു സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. അനന്തരം എന്നെയാട് സംസാരിക്കുന്ന ദൂതൻ പുറത്തുവന്നു എന്നെയാടു, നീ തലപൊക്കി ഈ പുറപ്പെടുന്നതു എന്താകുന്നു എന്നു നെയാക്കുക എന്നു പറഞ്ഞു. അതെന്തെന്നു ഞാൻ ചെയ്യാതിച്ചതെന്നു പുറപ്പെടുന്നതായാരു ഏഫ എന്നു അവൻ പറഞ്ഞു. അതു സർവ്വദേശത്തിലും ഉള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ളയാരു ഈയപ്പലക പൊങ്ങിപ്പയാകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്നു പറഞ്ഞു അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ടു അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നെയാക്കിയപ്പയാൾ 2 സ്ത്രീകൾ പുറത്തുവരുന്നതു കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്കു പെരുഞ്ഞാറയുടെ ചിറകുപയാലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. എന്നെയാട് സംസാരിക്കുന്ന ദൂതനെയാടു, അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോയാകുന്നു എന്നു ഞാൻ ചോദിച്ചു. അതിന്നു അവൻ, ശിനാർ ദേശത്തു അവർ അവൾക്കു ഒരു വീട് പണിവാൻ പേയാകുന്നു. അതു തീർന്നാൽ അവളെ സ്വസ്ഥാനത്തു പാർപ്പിക്കും എന്നു എന്നെയാടു പറഞ്ഞു. സെഖറിയാവ് 6. ഞാൻ വീണ്ടും തല പൊക്കി നെയാക്കിയപ്പയാൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നു 4 രഥം പുറപ്പെടുന്നതു കണ്ടു. ആ പർവ്വതങ്ങളെ താമ്രപർവ്വതങ്ങൾ ആയിരുന്നു. ഒന്നാമത്തെ രഥത്തിനു ചുവന്ന കുതിരകളെയും 2-ാമത്തെ രഥത്തിനു കറുത്ത കുതിരകളെയും 3-ാമത്തെ രഥത്തിനു വെളുത്ത കുതിരകളെയും 4-ാമത്തെ രഥത്തിനു പുള്ളിയും കുരാൽ നിറവും ഉള്ള കുതിരകളെയും പൂട്ടിയിരുന്നു. എന്നെയാട് സംസാരിക്കുന്ന ദൂതനെയാടു, യജമാനനെ, ഇതു എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. ദൂതൻ എന്നെയാട് ഉത്തരം പറഞ്ഞതു, ഇതു സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ടു പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റു ആകുന്നു. കറുത്ത കുതിരകൾ ഉള്ളതു വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു. വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു. പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. കുരാൽ നിറമുള്ളവ പുറപ്പെട്ടു ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നെയാക്കി. നിങ്ങൾ പേയായി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിൻ എന്നു അവൻ കൽപ്പിച്ചു. അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. അവൻ എന്നെയാട് ഉറക്കെ വിളിച്ചു, വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തിങ്കൽ എന്റെ കയാപത്തെ ശമിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ഹെൽദായി, തെയാബിയാവു, യേദായാവു എന്നീ പ്രവാസികളെയാടു വാങ്ങുക. അവർ ബാബേലിൽ നിന്നു വന്നെത്തിയിരിക്കുന്ന സെഫന്യാവിന്റെ മകനായ യാശിയാവിന്റെ വീട്ടിൽ നീ അന്നു തന്നെ ചെല്ലേണം. അവരെയാടു നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടം ഉണ്ടാക്കി മഹാപുരോഹിതനായി യെഹോസാദാക്കിന്റെ മകനായ യാശുവയുടെ തലയിൽ വെച്ചു അവനെയാടു പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുള എന്നു പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്നും മുളച്ചുവന്നു യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാനമന്ത്രണം ഉണ്ടാകും. ആ കിരീടമയ ഹേലെം, തെയാബിയാവു, യെദായാവു, സെഫന്യാവിന്റെ മകനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ദൂരസ്ഥന്മാർ വന്നു യഹോവയുടെ മന്ദിരത്തിങ്കൽ പണിയും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നു നിങ്ങൾ അറിയും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കു കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും. സെഖറിയാവ് 7. ദാര്യാവേശ് രാജാവിന്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സെഖറിയാവിനു യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബേഥേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതെന്ന് സരേസരിനെയും രേഗെമ്മേലെക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരെയാടും പ്രവാചകന്മാരെയാടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോയാലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമേയാ എന്ന് ചേദിപ്പിച്ചു. അപ്പയാൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ ദേശത്തിലെ സകല ജനത്തെയാടും പുരോഹിതന്മാരെയാടും പറയേണ്ടതു, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ചു വിലപിക്കയിൽ നിങ്ങൾ എനിക്കുവേണ്ടി തന്നെയാ ഉപവസിച്ചതു. നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയാ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതു. യെരൂശലേമിന്നും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തുനിന്നും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിപ്പിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയാ.
യഹോവയുടെ അരുളപ്പാട് സെഖറിയാവിനുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നേരെയാടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താന്താന്റെ സഹയാദരനെയാട് ദയയും കരുണയും കാണിക്കുകയും ചെയ്വിൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുതു. നിങ്ങളിൽ ആരും തന്റെ സഹയാദരന്റെ നേരെ ഹൃദയത്തിൽ ദയാശം നിരൂപിക്കുകയും അരുതു. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്കു മനസ്സില്ലായിരുന്നു. അവർ ദുശ്ശാഠ്യം കാണിക്കുകയും കേൾക്കാതവണ്ണം ചെവി പൊത്തിക്കളയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതവണ്ണം ഹൃദയങ്ങളെ വജ്രംപയാലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിങ്കൽ നിന്നു ഒരു മഹാകയാപം വന്നു. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നതുപയാലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ഒരു ചുഴലിക്കാറ്റുകൊണ്ടു അവരെ അവർ അറിയാത്ത സകലജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു. ദേശമയ ആരും പെയാക്കുവരത്തില്ലാതവണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു. അങ്ങനെ അവർ മനയാഹരദേശത്തെ ശൂന്യമാക്കിക്കളഞ്ഞു. സെഖറിയാവ് 8. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മഹാതീക്ഷ്ണതയാടെ സീയാനുവേണ്ടി എരിയുന്നു, ഞാൻ അതിനുവേണ്ടി മഹാക്രയാതത്തെയാടെ എരിയുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സീയാനിലേക്ക് മടങ്ങിവന്നു യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമെന്നു സത്യനഗരം എന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിനു വിശുദ്ധപർവ്വതം എന്നും പേർ പറയും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനിയും യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യനിമിത്തം ഓരോരുത്തൻ കൈയിൽ വടി പഠിക്കും. നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ടു നിറഞ്ഞിരിക്കും. അവർ അതിന്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അതു ഈ കാലത്തിൽ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്കു അതിശയമായി തേയാന്നുന്നു എങ്കിൽ എനിക്കും അതിശയമായി തേയാന്നുമയാ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എന്റെ ജനത്തെ ഉദയദേശത്തുനിന്നും അസ്തമയദേശത്തുനിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവരും. അവർ യെരൂശലേമിൽ പാർക്കും. സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിനു അടിസ്ഥാനം ഇട്ട നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്നു ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുവിൻ. ഈ കാലത്തിനു മുമ്പേ മനുഷ്യനു കൂലിയില്ല, മൃഗത്തിനു കൂലിയില്ല, പെയാക്കുവരത്തു ചെയ്യുന്നവന്നു വൈരി നിമിത്തം സമാധാനവുമില്ല. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരയാധമാക്കിയിരുന്നു. ഇപ്പയാഴയാ ഞാൻ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവരെയാടു മുമ്പിലത്തെ കാലത്തു എന്നപയാലെയല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. വിത സമാധാനത്തെയാടെ ആയിരിക്കും. മുന്തിരിവള്ളി ഫലം കായ്ക്കും. ഭൂമി അനുഭവം നൽകും. ആകാശം മഞ്ഞു പെയ്യിക്കും. ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്കു ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും. യഹൂദാഗൃഹവും ഇസ്രായേൽ ഗൃഹവുമായുള്ളയാരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപയാലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടു നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പിൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഖ്യാപിപ്പിച്ചപയാൽ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുതപിക്കാതിരിക്കുകയും ചെയ്തവയാലെ ഞാൻ ഈ കാലത്തു യെരൂശലേമിന്നും യഹൂദാഗൃഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനെയാട് സത്യം പറവിൻ. നിങ്ങളുടെ ഗയാപുരങ്ങളിൽ നേരെയാടും സമാധാനത്തെയാടും കൂടെ ന്യായപാലനം ചെയ്വിൻ. നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദയാശം നിരൂപിക്കരുതു. കള്ളസത്യത്തിൽ ഇഷ്ടം തേയാന്നുകയും അരുതു. ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാടു. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, 4 മാസത്തെ ഉപവാസവും 5 മാസത്തെ ഉപവാസവും 7 മാസത്തെ ഉപവാസവും 10 മാസത്തെ ഉപവാസവും യഹൂദാഗൃഹത്തിനു ആനന്ദവും സന്തോഷവും പ്രമേയാതമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവിൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്നു, വരുവിൻ, നമുക്കു യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പെയാകാം, ഞാനും പെയാരുന്നു എന്നു പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിപ്പാനും വരും.
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആ കാലത്തു ജാതികളുടെ സകല ഭാഷകളിലും നിന്നു 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചു, ദൈവം നിങ്ങളെയാട് കൂടെ ഉണ്ടെന്നു ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളെയാട് കൂടെ പേയാരുന്നു എന്നു പറയും. സെഖറിയാവ് 9. പ്രവാചകം. യഹോവയുടെ അരുളപ്പാട് ഹദ്രാക്ക് ദേശത്തുനിന്നു വിരയാധമായിരിക്കുന്നു, ദമ്മേശെക്കിന്മേൽ അത് വന്നുമരും. യഹോവ മനുഷ്യരിലും യിസ്രായേലിന്റെ സകല ഗയാത്രങ്ങളിലും ദൃഷ്ടിവെക്കുന്നു. അതിനെയാട് തൊട്ടിരിക്കുന്ന ഹമാത്തിന്നും ജ്ഞാനം ഏറിയ സെയാരിന്നും സീതയാന്നും അങ്ങനെ തന്നെ. സെയാർ തനിക്ക് ഒരു കേയാട്ട പണിതു, പൊടിപയാലെ വെള്ളിയും വീഥികളിലെ ചെളിപയാലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവു അവളെ ഇറക്കി, അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും, അവൾ തീക്കു ഇരയായിത്തീരുകയും ചെയ്യും. അസ്കലയാൻ അതു കണ്ടു ഭയപ്പെടും, കസ്സീം എക്രയാനും കണ്ടു ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്കു ഭംഗം വരുമല്ലോ, കസ്സിയിൽ നിന്നു രാജാവു നശിച്ചുപയാകും, അസ്കലയാന്നു നിവാസികൾ ഇല്ലാതെയാകും. അസ്തയാദിൽ ഒരു കൗലടെ ജാതി പാർക്കും, ഫിലിസ്തീരുടെ ഗർവം ഞാൻ ഛേദിച്ചുകളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനു ഒരു ശേഷിപ്പായിത്തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പയാലെയും എക്രയാൻ ഒരു യബൂസ്യനെപ്പയാലെയും ആകും. ആരും പേയാക്കുവരുത്തു ചെയ്യാതിരിക്കേണ്ടതെന്നു ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പയാൾ ഞാൻ സ്വന്തകണ്ണുകൊണ്ടു കണ്ടുവല്ലോ. സിയാൻ പുത്രിയെ, ഉച്ചത്തിൽ ഘേഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ, ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറിവരുന്നു. ഞാൻ എഫ്രയീമിൽ നിന്നു രഥത്തെയും യെരൂശലേമിൽ നിന്നു കുതിരയും ഛേദിച്ചുകളയും, പടവില്ലും ഒടിഞ്ഞുപയാകും. അവൻ ജാതികളെയാട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളെയാളവും ആയിരിക്കും. നീയാനിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നു വിട്ടേക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കേട്ടയിലേക്ക് മടങ്ങിവരുവിൻ, ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രയീമിനെ നിറച്ചുമിരിക്കുന്നു. സിയാനെ, ഞാൻ നിന്റെ പുത്രന്മാരെ യവനദേശമേ, നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പേയാലയാക്കും. യഹോവ അവർക്കു മീതെ പ്രത്യക്ഷനാകും, അവന്റെ അസ്ത്രം മിന്നൽ പേയാലെ പുറപ്പെടും. യഹോവയായ കർത്താവു കാഹളം ഊതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിചകൊണ്ടു മറയ്ക്കും. അവർ മാംസം തിന്നു കവിണക്കല്ലു ചവിട്ടിക്കളയുകയും രക്തം കുടിച്ചു വീഞ്ഞുകൊണ്ടെന്ന പേയാലെ ഖേയാശിക്കുകയും യാഗകലശങ്ങൾ പേയാലെയും യാഗപീഠത്തിന്റെ കേയാണുകൾ പേയാലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പേയാലെ രക്ഷിക്കും. അവർ അവന്റെ ദേശത്തു ഒരു കിരീടത്തിന്റെ രത്നം പേയാലെ പൊങ്ങി ശയാഭിക്കും. അതിന്നു എത്ര ശ്രീത്വവും അതിന്നു എത്ര സൗന്ദര്യവും ഉണ്ടു. ധാന്യം യുവാക്കളെയും വീഞ്ഞു യുവതികളെയും പുഷ്ടീകരിക്കുന്നു. സെഖറിയാവ് 10. പിന്മഴയുടെ കാലത്തു യഹോവയാട് മഴയ്ക്കു അപേക്ഷിപ്പിൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്കു വയലിലെ ഏതു സസ്യത്തിനു വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. ഗൃഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ചു വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ചു വൃഥാ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടു അവർ ആടുകളെപ്പയാലെ പുറപ്പെട്ടു ഇടയൻ ഇല്ലായ്ക്കൊണ്ടു വലഞ്ഞിരിക്കുന്നു. എന്റെ കയാപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കയാലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചു അവരെ പടയിൽ തനിക്ക് മനയാഹാരതുരകം ആക്കും. അവന്റെ പക്കൽ നിന്നു മൂലക്കല്ലും അവന്റെ പക്കൽ നിന്നു ആണിയും അവന്റെ പക്കൽ നിന്നു പടവില്ലും അവന്റെ പക്കൽ നിന്നു ഏതു അധിപതിയും വരും. അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീഥികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പേയാലെയാകും. യഹോവ അവരെയാടുകൂടെയുള്ളതുകൊണ്ടു അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പേയാവാൻ തക്കവണ്ണം പൊരുതും. ഞാൻ യഹൂദാഗൃഹത്തെ ബലപ്പെടുത്തുകയും യാസേഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരെയാട് കരുണയുള്ളതുകൊണ്ടു അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപയാലെയിരിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ, ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രയീമ്യർ വീരനെപ്പയാലെയാകും. അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പേയാലെ സന്ദയാശിക്കും. അവരുടെ പുത്രന്മാർ അതു കണ്ടു സന്ദയാശിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഖേയാശിച്ചാനന്ദിക്കും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കയാൽ അവരെ ചൂളകുത്തി ശേഖരിക്കും. അവർ പെരുകിയിരുന്നതുപയാലെ പെരുകും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും. ദൂരദേശങ്ങളിൽ വെച്ചു അവർ എന്നെ ഓർക്കും. അവർ മക്കളെയാടുകൂടെ ജീവിച്ചു മടങ്ങിവരും.
ഞാൻ അവരെ മിസ്രയീം ദേശത്തുനിന്നു മടക്കിവരുത്തും, അശ്ശൂരിൽ നിന്നു അവരെ ശേഖരിക്കും, ഗിലെയാദ് ദേശത്തിലേക്കും ലെബാനയാനിലേക്കും അവരെ കൊണ്ടുവരും, അവർക്കു ഇടം പെയാരാതെ വരും. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്നു, സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും, നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പയാകുകയും അശ്ശൂരിന്റെ ഗർവ്വം താഴുകയും മിസ്രയീമിന്റെ ചെങ്കയാൽ നീങ്ങിപ്പയാകുകയും ചെയ്യും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും എന്നു യഹോവയുടെ അരുളപ്പാടു. സെഖറിയാവ് 11. ലെബാനയാനേ, നിന്റെ ദേവദാരുക്കൾ തീക്കു ഇരയായിത്തീരേണ്ടതെന്നു വാതിൽ തുറന്നുവെക്കുക. ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കയാൽ സരളവൃക്ഷമേ, ഓളിയിടുക. ദുർഗമവനം വീണിരിക്കയാൽ ബാശാനിലെ കരുവേലങ്ങളെ, ഓളിയിടുവിൻ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ടു അവർ മുറയിടുന്നതു കേട്ടുവയാ. യർദാന്റെ മുറ്റുകാട് നശിച്ചിട്ടു ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവയാ. എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അറുപ്പാനുള്ള ആടുകളെ മേയ്ക്ക. അവയെ മേടിക്കുന്നവർ കുറ്റം എന്നു എണ്ണാതെ അവയെ അറുക്കുന്നു, അവയെ വിൽക്കുന്നവരെയാ, ഞാൻ ധനവാനായി തീർന്നുകൊണ്ടു യഹോവയ്ക്കു സ്തോത്രം എന്നു പറയുന്നു, അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കയില്ല എന്നു യഹോവയുടെ അരുളപ്പാടു. ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കൈയിലും അവനവന്റെ രാജാവിന്റെ കൈയിലും ഏൽപ്പിക്കും, അവൻ ദേശത്തെ തകർത്തുകളയും, അവരുടെ കൈയിൽ നിന്നു ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ, കൂട്ടത്തിൽ അരിഷ്ടത ഏറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പയാൾ ഞാൻ 2 കയാൽ എടുത്തു, ഒന്നിന്നു ഇമ്പം എന്നും മറ്റേതിന്നു ഒരുമ എന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഒരു മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചുകളഞ്ഞു. എനിക്ക് അവരെയാട് വെറുപ്പു തയാന്നി, അവർക്കു എന്നെയാടും നീരസം തയാന്നിയിരുന്നു. ഞാൻ നിങ്ങളെ മേയ്ക്കയില്ല, മരിക്കുന്നതു മരിക്കട്ടെ, കാണാതെ പെയാകുന്നതു കാണാതെ പെയാകട്ടെ, ശേഷിച്ചിരിക്കുന്നവ ഒന്നിന്റെ മാംസം തിന്നുകളയട്ടെ എന്നു ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ഇമ്പം എന്ന കയാൽ എടുത്തു. ഞാൻ സകലജാതികളെയാടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതെന്നു അതിനെ മുറിച്ചുകളഞ്ഞു. അതു ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപയായി. അങ്ങനെ എന്നെ നെയാക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അതു ദൈവത്തിന്റെ അരുളപ്പാടു എന്നു ഗ്രഹിച്ചു. ഞാൻ അവരെയാടു, നിങ്ങൾക്കു മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ, ഇല്ലെന്നുവരികിൽ തരേണ്ട എന്നു പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശു തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നെയാടു, അതു ഭണ്ഡാരത്തിൽ ഇട്ടുകളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനയാഹാരമായാരു വില തന്നെ എന്നു കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശു വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടുകളഞ്ഞു. അനന്തരം ഞാൻ യെഹൂദയും യിസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതെന്നു ഒരുമ എന്ന മറ്റേ കയാൽ മുറിച്ചുകളഞ്ഞു. എന്നാൽ യഹോവ എന്നെയാടു കൽപ്പിച്ചതു, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കയാപ്പു എടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും, അവൻ കാണാതെ പെയായവയെ നെയാക്കുകയാ, ചിതറിപ്പെയായവയെ അന്വേഷിക്കയാ, മുറിവേറ്റവയെ പൊറുപ്പിക്കയാ, ദീനമില്ലാത്തവയെ പേയാറ്റുകയാ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയും ചെയ്യും. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചുകളയുന്ന തുമ്പുകെട്ട ഇടയന്നു അയ്യാ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണു അശേഷം ഇരുണ്ടും പെയാകട്ടെ. സെഖറിയാവ് 12. പ്രവാചകം. ഇസ്രായേലിനെക്കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാടു. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാടു. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകലജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും, യെരൂശലേമിന്റെ നിര്യാതത്തിങ്കൽ അതു യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകലജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകലജാതികളും അതിന്നു വിരയാധമായി കൂടിവരും. അന്നാളിൽ ഞാൻ ഏതു കുതിരയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്തുകൊണ്ടും ബാധിക്കും, യഹൂദാഗൃഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏതു കുതിരയെയും അന്ധപിടിപ്പിക്കുകയും ചെയ്യുമെന്നു യഹോവയുടെ അരുളപ്പാടു. അപ്പയാൾ യഹൂദാമേധാവികൾ, യെരൂശലേമിവാസികൾ, അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്നു ഹൃദയത്തിൽ പറയും. അന്നാളിൽ ഞാൻ യഹൂദാമേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടിപയാലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പയാലെയും ആക്കും. അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകലജാതികളെയും തിന്നുകളയും. യെരൂശലേമെന്നു സ്വസ്ഥാനത്തു, യെരൂശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ദാവീദ് പ്രശംസയും യെരൂശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പയാകാതിരിക്കേണ്ടതെന്നു യഹോവ യഹൂദാ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും.
അന്നാളിൽ യഹോവ യെരൂശലേം നിവാസികളെ പരിചകൊണ്ടു മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെപ്പയാലെ ആയിരിക്കും. ദാവീദൃഹം ദൈവത്തെപ്പയാലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെപ്പയാലെയും ആയിരിക്കും. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകലജാതികളെയും നശിപ്പിപ്പാൻ നേയാക്കും. ഞാൻ ദാവീദൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നേയാക്കും. ഏകജാതനെക്കുറിച്ചു വിലപിക്കുന്നതുപയാലെ അവർ അവനെക്കുറിച്ചു വിലപിക്കും. ആദ്യജാതനെക്കുറിച്ചു വ്യസനിക്കുന്നതുപയാലെ അവൻ അവനെക്കുറിച്ചു വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദയ താഴ്വരയിലുള്ള ഹദ്രിമ്മയാനിലെ വിലാപം പയാലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. ശിമേയ് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. സെഖറിയാവ് 13. അന്നാളിൽ ദാവീദൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തുനിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും. ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തുനിന്നു നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാടു. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പയാൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനെയാടു. യഹോവയുടെ നാമത്തിൽ ഭയാഷ്കു സംസാരിക്കുന്നതുകൊണ്ട് നീ ജീവനെയാടിരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരയാരുത്തൻ താന്താന്റെ ദർശനത്തെക്കുറിച്ചു ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിനു അവർ രയാമമുള്ള മേലങ്കി ധരിക്കുകയുമില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്നു അവൻ പറയും. എന്നാൽ അവനെയാടു. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തു എന്നു ചെയ്യാതിരിക്കുന്നതെന്നു അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ചു ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. വാളേ, എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്നു സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടു. ആടുകൾ ചിതറിപ്പയാകേണ്ടതെന്നു ഇടയനെ വെട്ടുക. ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ടു പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാടു. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നതുപയാലെ അവരെ ഊതിക്കഴിക്കും. പൊന്നു ശയാധന കഴിക്കുന്നതുപയാലെ അവരെ ശയാധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എന്റെ ജനം എന്നു ഞാൻ പറയും. യഹോവ എന്റെ ദൈവം എന്നു അവരും പറയും. സെഖറിയാവ് 14. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകലജാതികളെയും യെരൂശലേമിനെയാട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പെയാകുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരെ ആ നഗരത്തിൽ നിന്നു ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ടു. താൻ യുദ്ധദിവസത്തിൽ പൊരുതുകയാലെ ആ ജാതികളെയാട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമൽ കഴിക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നുപയാകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കെയാട്ടും മറ്റേ പാതി തെക്കെയാട്ടും വാങ്ങിപ്പയാകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പയാകും. യെഹൂദാ രാജാവായ ഉസ്സിയാവിന്റെ കാലത്തു നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പയായതുപയാലെ നിങ്ങൾ ഓടിപ്പയാകും. എന്റെ ദൈവമായ യഹോവയും തന്നെയാടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകയില്ല. ജയാതിർഗോളങ്ങൾ മറഞ്ഞുപയാകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അതു പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തെയാ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്നു പുറപ്പെട്ടു പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറെ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരൂശലേമിന്നു തെക്കു റിമ്മയാൻ വരെ സമഭൂമിയായിത്തീരും. നഗരമേയാ ഉന്നതമായി സ്വസ്ഥാനത്തു ബെന്യാമീൻ ഗയാപുരം മുതൽ പണ്ടത്തെ ഗയാപുരത്തിന്റെ സ്ഥാനം വരെ, കെയാൻ ഗയാപുരം വരെ തന്നെ, ഹനനേൽ ഗയാപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികൾ ഉള്ളതാകും. അവൻ അതിൽ പാർക്കും. ഇനി സംഹാരശപഥം ഉണ്ടാകയില്ല. യെരൂശലേം നിർഭയം വസിക്കും.
യെരൂശലേമിനെയാട് യുദ്ധം ചെയ്ത സകലജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിതു. അവർ നിവിർന്നു നിൽക്കുമ്പയാൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞൊഴുകിപ്പയാകും. അവരുടെ കണ്ണു തടത്തിൽ തന്നെ ചീഞ്ഞൊഴുകിപ്പയാകും. അവരുടെ നാവു വായിൽ തന്നെ ചീഞ്ഞൊഴുകിപ്പയാകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. യെഹൂദയും യെരൂശലേമിൽ വെച്ചു യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകലജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര, ക്യാവർകഴുത, ഒട്ടകം, കഴുത എന്നീ സകലമൃഗങ്ങൾക്കും ഈ ബാധയാലെയുള്ള ഒരു ബാധയുണ്ടാകും. എന്നാൽ യെരൂശലേമിന്നു നേരെ വന്ന സകലജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതയാറും വരും. ഭൂമിയിലെ സകലവംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്തപക്ഷം അവർക്കു മഴയുണ്ടാകയില്ല. മിസ്രയീം വംശം വരാത്തപക്ഷം അവർക്കു ഉണ്ടാകയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിനു വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിനു വരാതിരിക്കുന്ന മിസ്രയീമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കും ഉള്ള പാപശിക്ഷയും ഇതുതന്നെ. അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നു എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിൻ മുമ്പിലുള്ള കലശങ്ങൾബയാലെ ആയിരിക്കും. യെരൂശലേമിലും യെഹൂദയിലും ഉള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്നു വാങ്ങി അവയിൽ വേവിക്കും. അന്നുമുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകയില്ല.